ചുവരുകളിൽ പ്രത്യക്ഷപ്പെട്ട പ്രകോപനപരമായ ചുവരെഴുത്തുകൾ ഇറാൻ അമേരിക്ക ബന്ധം എത്രത്തോളം വഷളായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അമേരിക്കക്കാർക്കും നായ്ക്കൾക്കും ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശനമില്ല എന്ന കടുത്ത പ്രഖ്യാപനം ഇറാൻ തലസ്ഥാനത്തെ തെരുവുകളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ കാട്ടുതീ പോലെ പടരുന്ന ഈ മുദ്രാവാക്യം കേവലം ഒരു ചുവരെഴുത്തല്ല, മറിച്ച് ഗൾഫ് മേഖലയിൽ പുകയുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണ്. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ മുൻനിർത്തിയാണ് ഇത്തരമൊരു വെല്ലുവിളി ഉയർന്നിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലോകത്തെ അസംസ്കൃത എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ കടൽപാതയിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം ഇറാനെ ഏറെക്കാലമായി പ്രകോപിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ഈ ജലപാതയിൽ വിദേശ സൈന്യം വിഹരിക്കുന്നത് തടയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഇപ്പോൾ തെരുവുകളിലെ ചുവരുകളിലേക്കും എത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളും മേഖലയിലെ സൈനിക വിന്യാസവുമാണ് ഇറാനെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്നും അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ ഭരണകൂടം മുൻപും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ജനകീയമായ രീതിയിൽ ഇത്തരം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണ ജനങ്ങൾക്കിടയിലും അമേരിക്കൻ വിരുദ്ധ വികാരം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു. നായ്ക്കളുമായി അമേരിക്കക്കാരെ ഉപമിച്ചുകൊണ്ടുള്ള ഈ ചുവരെഴുത്തുകൾ അത്യന്തം അധിക്ഷേപകരവും പ്രകോപനപരവുമാണ്. ഇറാന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഇത്തരം കടുത്ത പദപ്രയോഗങ്ങൾ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് വഹിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ പൂർണ്ണമായും പിഴുതെറിയണമെന്ന തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കാൻ പോകുന്നതാണ്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ടാങ്കറുകൾ പിടിച്ചെടുക്കലും പതിവായ ഈ സാഹചര്യത്തിൽ പുതിയ ചുവരെഴുത്തുകൾ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് മേഖലയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ടെഹ്റാൻ നൽകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ മുദ്രാവാക്യം വൈറലായതോടെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഹാഷ്ടാഗുകളും വീഡിയോകളും വഴി ഇറാന്റെ ഈ ഫിയറി വാണിംഗ് ആഗോള ചർച്ചയായി മാറി. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ദൃശ്യങ്ങൾ ഇറാൻ അനുകൂല സേനകളുടെയും രാജ്യത്തെ തീവ്ര നിലപാടുള്ള വിഭാഗങ്ങളുടെയും ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അമേരിക്കൻ സൈന്യത്തെ മേഖലയിൽ നിന്ന് പുറത്താക്കുക എന്നത് ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിനു ശേഷം ഈ നീക്കം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോർമൂസിൽ നടക്കുന്ന ഓരോ നീക്കവും ആ വലിയ പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തെരുവുകളിലെ ചിത്രം അങ്ങേയറ്റം ഭീതിതമാണ്. കടൽ മാർഗമുള്ള ഗതാഗതം സുരക്ഷിതമാക്കാൻ അമേരിക്ക തങ്ങളുടെ നാവിക വ്യൂഹത്തെ ഹോർമൂസിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ടെഹ്റാൻ കാണുന്നത്. കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെട്ടാൽ അത് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കും. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിരുദ്ധ ഗ്രാഫിറ്റികൾ വിനോദസഞ്ചാരികളെയും പ്രവാസികളെയും ആശങ്കയിലാഴ്ത്തുന്നു. ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി ഈ ചുവരെഴുത്തുകൾക്ക് ഉത്തരവാദികളാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സർക്കാരിന്റെ പിന്തുണയില്ലാതെ ടെഹ്റാനിലെ ചുവരുകളിൽ ഇത്രയും വലിയ മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ല. ജനങ്ങളുടെ പ്രതിഷേധമായി ഇതിനെ അവതരിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ട്രംപിന് നൽകുന്ന നേരിട്ടുള്ള അന്ത്യശാസനമായിട്ടാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഇതിനെ വിലയിരുത്തുന്നത്. ഗൾഫ് മേഖലയിലെ സമാധാനം ഒരു നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സ്ഫോടനങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നിത്യസംഭവമായി മാറുന്നു. ഇത്തരം പ്രകോപനങ്ങൾ സൈനികർക്കിടയിൽ മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെറിയൊരു തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. തോക്കുകൾക്ക് പുറമെ വാക്കുകൾ കൊണ്ടും യുദ്ധം ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അമേരിക്കൻ വിരുദ്ധത ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ തന്നെ ഭാഗമാണ്. വിപ്ലവത്തിനു ശേഷം ഇറാൻ തുടരുന്ന ഈ നിലപാട് ഇപ്പോൾ അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു. ട്രംപിന്റെ തിരിച്ചുവരവും മേഖലയിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അതിരൂക്ഷമായ ഭാഷയിലുള്ള ഇത്തരം പ്രകടനങ്ങൾ. ഹോർമൂസ് കടലിടുക്ക് ഒരു അടഞ്ഞ പാതയായി മാറ്റാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും അതിർത്തിയിൽ വിന്യസിച്ചുകൊണ്ട് അവർ തങ്ങളുടെ കരുത്ത് കാട്ടുന്നു.
ഈ കരുത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് ചുവരുകളിൽ അമേരിക്കക്കാർക്ക് വിലക്ക് എന്നവർ എഴുതി ചേർക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവത്തെ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഇത്തരം പ്രകോപനങ്ങൾ ചർച്ചകളെ പിന്നോട്ടടിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇനിയൊരിക്കലും കഴിയില്ലെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ടെഹ്റാനിലെ തെരുവുകൾ യുദ്ധകാഹളം മുഴക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. എണ്ണ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ആഗോള സഖ്യം രൂപീകരിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും ഇറാന്റെ പ്രകോപനം ഭയന്ന് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹോർമൂസിൽ ഇറാൻ നടത്തുന്ന ഓരോ മിസൈൽ പരീക്ഷണവും ലോകത്തിന് മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ഈ ഭീതിതമായ മുദ്രാവാക്യങ്ങൾ. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് ട്രംപിന്റെ പ്രതികരണത്തെ കൂടി ആശ്രയിച്ചിരിക്കും. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഇറാനെ തളർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ തളർച്ചയല്ല, മറിച്ച് പ്രത്യാക്രമണം നടത്താനുള്ള ഇറാന്റെ വീര്യമാണ് തെരുവുകളിൽ കാണുന്നത്. ഓരോ ചുവരെഴുത്തും ഇറാന്റെ പോരാട്ട വീര്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ടെഹ്റാനിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ ചുവരെഴുത്തുകൾക്ക് വലിയ പിന്തുണയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അമേരിക്കയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യങ്ങൾ തങ്ങളുടെ ആത്മഗൗരവത്തിന്റെ അടയാളമാണ്. ബഹിരാകാശത്ത് നിന്ന് ഉപഗ്രഹങ്ങൾ വഴി ഹോർമൂസിലെ ഓരോ നീക്കവും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട്. ഈ നിരീക്ഷണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ സായുധ സേന കടലിടുക്കിൽ അഭ്യാസം നടത്തുന്നത്. സൈനികമായ പോരാട്ടത്തിനൊപ്പം ഇത്തരം വിവരയുദ്ധങ്ങളും ശക്തമാണ്. ചുവരെഴുത്തുകൾ ആഗോളതലത്തിൽ ചർച്ചയാക്കാൻ ഇറാൻ സോഷ്യൽ മീഡിയയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ ചരിത്രത്തിൽ ഇത്തരം പ്രതിസന്ധികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒരു ഭരണത്തലവനെതിരെയും ഒരു രാജ്യത്തെ ജനതയ്ക്കെതിരെയും ഉണ്ടാകുന്നത് ഗൗരവകരമാണ്. ഇത് മേഖലയിലെ സിവിലിയന്മാരുടെ സുരക്ഷയെ പോലും ബാധിച്ചേക്കാം. അമേരിക്കൻ പൗരന്മാർക്ക് ഇറാൻ യാത്ര ചെയ്യുന്നതിൽ നിലവിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഈ ഗ്രാഫിറ്റികളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ടെഹ്റാനിലെ നീക്കങ്ങൾ അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. തങ്ങളുടെ സൈനികർക്കും കപ്പലുകൾക്കും നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ കർശനമായി തിരിച്ചടിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് വാഷിംഗ്ടൺ. ഈ വടംവലി എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും അറിയില്ല. ടെഹ്റാനിലെ ചുവരുകളിൽ ഉണങ്ങാത്ത മഷിയിൽ എഴുതപ്പെട്ട ഈ മുദ്രാവാക്യം വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ജലം ശാന്തമാണെങ്കിലും അതിന്റെ അടിയൊഴുക്കുകൾ രക്തരൂഷിതമായ ഒരു യുദ്ധത്തിന് കാതോർക്കുന്നു. അമേരിക്കൻ പതാകകൾ കത്തിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതിഷേധമായി ഈ ചുവരെഴുത്തുകൾ മാറിയിരിക്കുന്നു. ലോകം സമാധാനത്തിനായി പ്രാർത്ഥിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ്. 30ഓളം പാരഗ്രാഫുകളിൽ ഒതുങ്ങാത്ത അത്ര ആഴമുള്ളതാണ് ഈ പകയും പ്രതികാരവും. നയതന്ത്രജ്ഞരുടെ മേശകളിൽ നിന്ന് തെരുവുകളിലെ ചുവരുകളിലേക്ക് യുദ്ധം പടർന്നു കഴിഞ്ഞു. ഇതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിലെ ഓരോ നീക്കവും തീരുമാനിക്കും. ഇപ്പോഴും ഹോർമൂസ് പുകയുകയാണ്, അതിനൊപ്പം ലോകത്തിന്റെ സമാധാനവും.